തമിഴ്നാട്ടിലൂടെ ഓടുന്ന ഒരു ഹൈ ഡിമാൻഡ് ട്രെയിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമസ്കാരം, ചെന്നൈയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:20 കന്യാകുമാരി സൂപ്പർഫാസ്റ്റിനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങളിപ്പം MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ് ഉള്ളത്. ഇപ്പം സമയം കറക്റ്റ് 3:30. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ ചെന്നൈയിൽ നിന്ന് വാങ്ങുന്ന ഒരു കട എന്ന് വെച്ചാൽ ഈ പറഞ്ഞ MGR ചെന്നൈ സെൻട്രലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ വാങ്ങിപ്പോ, പിന്നെ ട്രെയിനൊന്നും ആക്കണ്ടെന്ന് കരുതി. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ ബാഗ് ഇപ്പൊ കയ്യിലില്ലല്ലോ, നമ്മൾ താമസിക്കുന്നത് ഇവിടുത്തെ MGR ചെന്നൈ സെൻട്രലിലത്തെ ഡോർമെറ്ററിയിലാണ്. അപ്പോൾ ഫുഡ് ആദ്യം വാങ്ങിയിട്ട് വന്ന ശേഷം നമുക്ക് നേരെ ഡോർമെറ്ററി പോയിട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് നേരെ എഗ്മോറിലേക്ക്. അതെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഹോട്ടലിലേക്കൊക്കെ പോകേണ്ടത് നേരെ ആ ഒരു ഭാഗത്തേക്കാണ്. ചെന്നൈ സെൻട്രലിന്റെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു റോഡില്ലേ, ഇതൊരു നേരെ അങ്ങോട്ട്. നല്ല തിരക്കാണല്ലോ ഈ സമയത്ത്, പോകാൻ വഴിയില്ല, മൊത്തം ഓട്ടോകൾ മാത്രമേ ഉള്ളൂ. ഇതിലൂടെ വഴിയുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. ഇതിലും കൊന്നിലും കയറാം. ഞങ്ങൾ രാത്രി കഴിക്കേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ച്, പിന്നെയുണ്ടല്ലോ എല്ലാ ഹോട്ടലിൽ പോയാലും ഞങ്ങളിങ്ങനെ ഫുഡ് വാങ്ങിച്ചാൽ നമുക്ക് പേപ്പർ പ്ലേറ്റ് കിട്ടും. കാരണം നമുക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കണമല്ലോ. അവരോട് ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഇഷ്ടംപോലെ പ്ലേറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതിന് മുന്നേ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ആ സമയത്തൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ മാറിയെന്ന് അറിയില്ല. ആള് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. മലയാളി എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങോട്ട് എടുത്ത് പോകണമെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ഫുഡ് നല്ലൊരു അതായത് റെയിൽവേ സ്റ്റേഷനിൽ ബിരിയാണിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഡോർമെറ്ററിൻ്റെ ഭാഗത്തോട്ട് പോവാം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഡോർമെറ്ററി ഉള്ളത്. ഇതാണ് നമ്മളെടുത്ത ഡോർമെറ്ററി. 9ഉം 10ഉം കിട്ടിയിട്ടുള്ളത് ബെഡ് നമ്പർ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, ഒരു പില്ലോ ഉണ്ട്, നമുക്കൊരു ബെഡ്ഷീറ്റും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു ഫാനും ഉണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റായിട്ട് അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നമുക്ക് എന്തെങ്കിലും സാധനം എടുത്ത് വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബാഗെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. നമുക്ക് കീ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ബോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. പിന്നെ ഓവറാൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ക്യാബിൻസ് ഉണ്ട്, AC കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബെഡിന് 12 മണിക്കൂറിന് ഒരാൾക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് 265 രൂപയാണ്. നമ്മൾ 12 മണിക്കൂറിൻ്റെ ഇതാണ് എടുത്തത്. പിന്നെ ഇത് ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ, ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം. സെൻട്രൽ മെട്രോ. നമുക്കിനിപ്പോൾ ഇവിടെ നിന്ന് മെട്രോ കയറിയിട്ട് എഗ്മോർ ഭാഗത്തേക്ക് പോകാം. ഇവിടെ തന്നെ ലോക്കൽ ട്രെയിനും ഉണ്ട്. അതങ്ങ് അവിടെയാണ് പാർക്ക് സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഡയറക്റ്റ് താഴോട്ട് ഇറങ്ങിയാൽ മെട്രോ സ്റ്റേഷൻ ആയല്ലോ. 10 രൂപയുള്ളൂ ഇവിടുന്ന്. അടുത്ത സ്റ്റേഷൻ തന്നെയായി. സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി ഇവിടെ എഗ്മോർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണ്ട, ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ പറ്റും. ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. നമുക്കതായത് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല, നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കയറി പോകാം. അത് ഭയങ്കര ഉപകാരം ഉണ്ടല്ലേ നവി? നേരെ ഇതെത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് തന്നെയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. 11 മുതൽ 1 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇതുവഴി നമുക്ക് നടന്നു പോവാം. ഇതാണ് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ. നേരെ ഇതുവഴി നടന്നോ അവിടത്തോട്ട് പോവാം. ഞങ്ങൾ അവിടെ നിന്ന് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ഉള്ളത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അതിൻ്റെ അതൊക്കെ സ്ക്രീനിങ്ങൊക്കെ വന്നു. ജസ്റ്റ് ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ. എനിക്കൊന്ന് ലോങ് എവിടെയെങ്കിലും യാത്ര പോകുന്നവരായിരിക്കാം. വലിയൊരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വരുന്നത് അങ്ങൊരു ഭാഗത്താണ്. അങ്ങ് അവിടെയാണ് ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത്. പിന്നെ ഈ ചെന്നൈ എഗ്മോറിലത്തെ ഡോർമെറ്ററിയും റിട്ടയറും ഒക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതേ നമുക്ക് പോകാനുള്ള കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഇത് S1 ആണ്. നമ്മുടെ ട്രെയിൻ നമ്പർ പറയണ്ടേ? നമ്മുടെ ചെന്നൈ എഗ്മോർ കന്യാകുമാരി 126-33 അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. പിന്നെ ഈ ഒരു ട്രെയിൻ തന്നെ റേക്ക് ഷെയറിംഗ് ഉണ്ട്. ചെന്നൈ എഗ്മോറിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള പേൾ സിറ്റി എക്സ്പ്രസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു 2 വണ്ടിയായിട്ടാണിത് റേക്ക് ഷെയറിംഗ് ഉള്ളത്. ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ 3rd AC ഒക്കെയാണ്. നമുക്കിതിൻ്റെ ഓരോരോ കോച്ചുകളിലേക്കൊക്കെ കയറാം. 3rd AC തുറന്നോ? ഇല്ല, ഇത് തുറന്നില്ല. പക്ഷേ ആ സ്ലീപ്പറിൻ്റെ തുറന്നു. B4 മൊത്തം ആഡാണിത്, ഉണ്ടാകാം. പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇത് ഏത് വണ്ടിയാണെന്ന് അറിയാം? ഹസ്രത്ത് നിസാമുദ്ദീൻ കന്യാകുമാരിയിലേക്ക് പോകുന്ന തിരുക്കുറൽ എക്സ്പ്രസ്.
ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കും. അപ്പോൾ കന്യാകുമാരി ഭാഗത്തേക്ക് 2 വണ്ടികളാണ് ഉള്ളത് ഒരേ സമയത്ത്. അതെന്തോ ഭാഗ്യം അല്ലേ നവി? അല്ല, ഇതിന് പോകാനുള്ള കുറേ തിരക്കുകളൊക്കെ അതിന് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറണം. ഇതും ലോക്കാണ്. നമ്മളിന്ന് ചെന്നൈയിൽ നിന്ന് കന്യാകുമാരി വരെ ട്രാവൽ ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലെ കോച്ച് ഇതാണ്, S3. ഇതിൻ്റെ 3rd AC ഒന്നും തുറന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് തന്നെ കയറാം. 2019 നിർമ്മിച്ച കോച്ചാണ് നമ്മുടേത്. പിന്നെ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് കയറാം. നമ്മുടെ ബർത്തൊക്കെ ഉള്ളത് ഇവിടെ തന്നെയാണ്, 67ഉം 70ഉം. അവിടെ കിട്ടാത്ത എന്തോ ഭാഗ്യം അല്ലേ നവി? ഈ 2 അപ്പർ ബർത്താണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തെടുത്തത്. ഇനി ഈ ഒരു കോച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല വൃത്തിയാണ്, അതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. പിന്നെ ഇവിടത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെ 1, 2, 3 ചാർജിങ് സോക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് പരസ്യമൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ആയിട്ടുമുണ്ട്. സൈഡിൽ ഓവറിൻ്റെ വരുവാണെങ്കിൽ അങ്ങ് അവിടെയാണ് ചാർജിങ് സോക്കറ്റ് ഉള്ളത്. സൈഡ് അപ്പറിന് ചാർജിങ് സോക്കറ്റ് ഇല്ല. പിന്നെ നല്ല അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ, നല്ല വൃത്തി. അത് നല്ല രീതിയിൽ പക്കയായിട്ട്. പിന്നെ സദർൺ റെയിൽവേൻ്റെ ഒക്കെ വൃത്തി പിന്നെ അറിയാമല്ലോ. ഞങ്ങളുണ്ടല്ലോ ഈ ഒരു ട്രെയിനിൽ 2 മാസം മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം ഹൈ ഡിമാൻഡ് ട്രെയിനാണെന്ന് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതിൽ കൺഫേം ആയിട്ടുള്ള ബെർത്തും കൂടെ വേണ്ടേ. അതായത് ചെന്നൈ നമ്മുടെ തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ഏറ്റവും മുകളിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു വടക്ക് ഭാഗത്ത, തമിഴ്നാടിന്റെ വടക്ക് ഭാഗത്താണ് വരുന്നത്. അവിടുന്ന് നേരെ തെക്കിലേക്കല്ലേ പോകുന്നത്, മേലിന്ന് താഴെ വരെ പോകുന്നതാണ്. വലിയൊരു ലോങ്ങസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിലൂടെ സർവീസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ട്രെയിനാണെന്ന് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു. അപ്പം പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെ എടുത്തു. 2 മാസം മുന്നേ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ചെന്നൈ എഗ്മോറിൽ നിന്ന് കന്യാകുമാരി വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ 430 രൂപയാണ്. അതോടൊപ്പം നേരത്തെ മനു തിരുക്കുറലിന്റെ കാര്യം പറഞ്ഞു. തിരുക്കുറലാകെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമേ ഉള്ളൂ. അതിന് ഓൺ ടൈം ആണ്. അതുകൊണ്ട് തന്നെ ആ വണ്ടികൾ കന്യാകുമാരിക്ക് പോകുന്നതുകൊണ്ട്, ഇതിന് മുന്നേ പോകുന്നതുകൊണ്ട് കുറച്ച് ജനറൽ ടിക്കറ്റ് ഒക്കെ മിക്കവാറും അതിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ലോങ് ഡിസ്റ്റൻസിലായിട്ട് ഓടി വരുന്ന വണ്ടികളിലെ അതിൽ പരമാവധി കഴിവ് നിങ്ങൾ റിസർവ്ഡ് ചെയ്യാതിരിക്കുക. കാരണം ചെന്നൈയിൽ നിന്നൊക്കെ വിടുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു യാത്രനെ ചിലപ്പോൾ മുടങ്ങിയേക്കാം. അതെ, ഇന്നത് ഓൺ ടൈം ആണ്. ഇതിന്റെ 3rd AC ഒക്കെ ഓപ്പൺ ആയി. പിന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറാം. നല്ല കൂളിംഗ് ഉണ്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ. അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ്സും. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എല്ലായിടത്തും പുതപ്പും പില്ലോയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. സൈഡിൽ ഓവറിൻ്റെ അവിടെ ആയാലും സൈഡിൽ അപ്പറിൻ്റെ ആയാലും. പിന്നെ ഇതിന് ചെന്നൈയിൽ നിന്ന് കന്യാകുമാരി വരെ വരുന്ന ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 1130 രൂപയാണ്. ഇതിൻ്റെ 2nd AC ആണേ. 2nd AC ഇതിൽ കയറുമ്പോൾ തന്നെ ഇത് 2 പേർക്കുള്ള ഒരു ചെറിയൊരു കുപ്പയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സൈഡ് അപ്പറും സൈഡിൽ ഓവറും കർട്ടൻസൊക്കെ പ്രൊവൈഡ് ആണ്. പിന്നെ ഇതിന് ചെന്നൈയിൽ നിന്ന് കന്യാകുമാരി വരെ വരുന്ന ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 1595 രൂപയാണ്. എന്നെ ഇത് കാണുന്നില്ലേ, നല്ല പക്കയായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ 2nd AC 3rd AC തമ്മിലുള്ള വ്യത്യാസം കർട്ടൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇവിടെ ആയാലും കർട്ടൻസ് ഉണ്ട്, ഈ സൈഡ് അപ്പറിൻ്റെ ഇവിടെ ആയാലും സൈഡ് ലോവറിൻ്റെ ഇവിടെ ആയാലും കർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതാണ് ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് AC. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ആൾക്കാരൊക്കെ കയറി. ഇതിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 2675 രൂപയാണ്. സമയം 4:45. ഇനി വണ്ടി പുറപ്പെടാൻ ഒരു അരമണിക്കൂറുണ്ട്. അതിനിടയ്ക്ക് 2 ചായ വാങ്ങിയിട്ടാ. കാരണം വൈകുന്നേരം ആകുമ്പോൾ ചെറുതായിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി തോന്നി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കടുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് പൊടി ഇട്ടിട്ട് വരുന്നതല്ല. അതുണ്ടോ ഇവരുണ്ടല്ലോ ഇതിൽ എന്താ പറയാ, നല്ല ആ ഒരു പാൽ അങ്ങനെ തന്നെ ഇവര് ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതാ ചായപ്പൊടി ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാ. ലൈറ്റ് ആയി നിങ്ങൾക്ക് എങ്ങനെ കടുപ്പം എങ്ങനെയാ? എനിക്ക് കടുപ്പം വേണ്ട ശരിക്കും പറഞ്ഞാൽ. എനിക്കും കടുപ്പം അധികം വേണ്ട, കുറച്ച് ലൈറ്റ് ആയാൽ കുടിക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. നമ്മൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചായ പറഞ്ഞാൽ നല്ല കടുപ്പിലെ ചായ നല്ല കിട്ടുന്നത്. അതെ, ഇതാ നല്ലത് കുറച്ചും കൂടെ. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് എല്ലാം ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. റായാപുരത്തിന്റെ WP7 ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇവിടെ ഇത് ചെന്നൈ എഗ്മോർ എന്നുള്ളൊരു നെയിം ബോർഡും. റായാപുരം കന്യാകുമാരി വരെ തന്നെയാണ്. ഇവിടെയാണ് കന്യാകുമാരി എക്സ്പ്രസ് എന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജനറലത്തെ തിരക്ക് ഏകദേശമായി. ഇപ്പം സമയം 4:55. 4:55 തിരക്ക് വന്നു. കാരണം നിങ്ങൾ ഈ ടൈമിലൊക്കെ ഇവിടെ വരുവാണെങ്കിൽ സീറ്റൊക്കെ കിട്ടും. പക്ഷെ വലിയ ഒരു ഹെവി റഷൊന്നുമില്ല, സീറ്റ് കിട്ടും.
பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 1, 2, 6, 3, 3 சென்னை எழும்பூரிலிருந்து மதுரை வழியாக கன்னியாகுமரி செல்லும் கன்னியாகுமரி சூப்பர்ஃபாஸ்ட் எக்ஸ்பிரஸ் 5வது பிளாட்பாரத்திலிருந்து 5:20 புறப்படும். यात्रीगण कृपया ध्यान दीजिए, गाड़ी नंबर 1, 2, 6, 3, 3 चेन्नई एलुम्बूर से मदुरई मार्ग से कन्याकुमारी जाने वाली कन्याकुमारी सुपरफास्ट एक्सप्रेस 5:20 पर प्लेटफॉर्म नंबर 5 से रवाना होगी. नंबर 1261 ग्रैंड ट्रंक एक्सप्रेस न्यू दिल्ली फ्रॉम तांबरम वया. ഇത് ഏത് വണ്ടിന്റെ അനൗൺസ്മെന്റ് എന്നറിയാം? ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിന്റെ ആണ്. പണ്ടൊക്കെ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഉണ്ടായത് ചെന്നൈ സെൻട്രലിൽ നിന്നാണ്, ഇപ്പം താമ്പരത്ത് നിന്നാണ്. അതിപ്പോ എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു സ്ലോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ നവി? അതങ്ങനെ അവിടുത്തെ ആ ഒരു സ്ഥലത്തിന്റെ വിഷയം കൊണ്ടായിരിക്കും ചിലപ്പോൾ താമ്പരത്തേക്ക് മാറ്റിയത്. താമ്പരത്ത് നേരെ ചെന്നൈ എഗ്മോർ വഴി നേരെ, ഇനി സെൻട്രലിലേക്ക് ആ വണ്ടി പോകില്ല. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 5:20 തന്നെ നമ്മുടെ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് എടുത്തിരിക്കുകയാണ്. ചെന്നൈക്കും കന്യാകുമാരിക്കും ഇടയിൽ ഈ ഒരു ട്രെയിന് 13 സ്റ്റോപ്പുകളാണുള്ളത്. ഈ ട്രെയിൻ പോകുന്ന റൂട്ട് പറയുവാണെങ്കിൽ വിഴുപുറം, തിരുച്ചിറപ്പള്ളി, മധുരൈ, തിരുനെൽവേലി, നാഗർകോവിൽ വഴിയാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനോട് വിട. വീണ്ടും വരാം. അങ്ങ് അവിടെ കാണുന്ന വണ്ടിയില്ല, അത് പൊതികൈ എക്സ്പ്രസ് ആണത്. ചെന്നൈ എഗ്മോർ. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് താമ്പരത്താണ്. ഇത് ഇവിടുത്തെ യാർഡാണേ. ഇപ്പൊ ഗ്രാൻഡ് ട്രങ്ക് വരും ഈ ഒരു ഭാഗത്ത്. ഇത് നമ്മുടെ കൊല്ലം വണ്ടിയാണ്, കൊല്ലം എക്സ്പ്രസ്. ഗ്രാൻഡ് ട്രങ്കിന് വേണ്ടിയിട്ട് വെയിറ്റിംഗാ. ഈ കൊല്ലം വണ്ടിയല്ലേ തഞ്ചാവൂർ വണ്ടിയായിട്ടും പോകുന്നത്? അതെ അതാ ഇതിൽ റേക്ക് ഷെയറിംഗ് ഉണ്ടത് അല്ലേ. താമ്പരം ന്യൂഡൽഹി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്. അതിൻ്റെ എല്ലാ ബോർഡുകളടക്കം മാറ്റി. ന്യൂഡൽഹി MGR ചെന്നൈ സെൻട്രൽ എന്ന് പറയുമ്പോൾ ഒരു എടുപ്പുണ്ടായിരുന്നു അല്ലേ? ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ താമ്പരത്തുനിന്ന് ഇവിടം വരെ ചെന്നൈ വരെ കാലിയായിട്ടേ വരുള്ളൂ. കാരണം തിരക്ക് മൊത്തം ചെന്നൈ എഗ്മോറിനെ ഉണ്ടാവുള്ളൂ. ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ടാ 100 km/h മുകളിൽ തന്നെയാണ്. ഏതോ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാ. കന്യാകുമാരി എക്സ്പ്രസ് നല്ല സ്പീഡ് തന്നെയാണ്, ഇതിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ചെന്നൈ ലോക്കലും കന്യാകുമാരി സൂപ്പർഫാസ്റ്റും നേർക്കുനേർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും? സംഭവത്രേ ഉള്ളൂ, താമ്പരം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഒരു ട്രെയിൻ വരുന്നുണ്ട്, തിരുച്ചിറപ്പള്ളി ചെന്നൈ എഗ്മോർ ചോഴൻ എക്സ്പ്രസ്. ഇവിടെ വാശിയേറിയ പോരാട്ടം അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോം എത്തി.
ഇത് മിക്കവാറും ചെങ്കൽപ്പെട്ട് ഭാഗത്തേക്ക് പോകുന്ന ലോക്കലാകാം. അത് താമ്പരത്തേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനാണ്, ചെങ്കൽപ്പെട്ടുമല്ല. നമ്മളെ വിട്ടുകൊടുത്തോണ്ട് ഏത് സമയം 5:48 താമ്പരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ ഫുള്ളാവുക ഇവിടുന്നാണ്. നമ്മളെ പാസഞ്ചറൊക്കെ കയറുന്നത് ഇവിടുന്നാണ്, മിഡിലും ലോവറൊക്കെ ഉള്ളവർ. ചാർട്ട് നോക്കിയപ്പോൾ ഇവിടുന്നാണ് കണ്ടത്. താമ്പരം താമ്പരത്ത് 8ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട, ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വർക്ക് കിടക്കുകയാണ്. ട്രാക്കിൽ അങ്ങ് അവിടെ JCB ഒക്കെ ഉണ്ട്, അവിടെ. അതുപോലെ തന്നെ ഇവിടെയും ഇതൊക്കെയോ വണ്ടിയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്നുണ്ടോ നല്ല ആൾക്കാർ കയറുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ചെങ്കൽപ്പേട്ട്, മേൽമാറത്തൂർ, ദിണ്ടിവനം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ എല്ലാ അത്യാവശ്യം നിർത്തുന്നുണ്ട്. വണ്ടിയുടെ സ്പീഡ് എങ്ങനെയുണ്ട് നവി? സ്പീഡ് പറയുന്നത് 100ന് മേലല്ലേ കയറുന്നത്. നല്ല അടിപൊളി സ്പീഡ് ട്രാക്കാണല്ലോ ഇവിടെ ഉള്ളത്. ട്രെയിൻ ഇപ്പം ചെങ്കൽപ്പട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. അതിന് മുന്നേ തന്നെ നല്ലൊരു ലേക്ക് ഉണ്ട്, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. അതിൻ്റെ പുറകിൽ മുഴുവനും മലനിരകളാണ്. ഇതിലേക്കൂടെ നല്ല ബോട്ടിംഗ് ഒക്കെ വെക്കുവാണെങ്കിൽ അടിപൊളിയായേനെ. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടത്താമല്ലോ. ഉണ്ടോയെന്നറിയില്ല, കണ്ടിട്ടില്ല ഇതുവരെ ഇതിലൂടെ പോകുന്നത്. നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് സമയം ഇപ്പോൾ 6:15 കഴിഞ്ഞു. ചെങ്കൽപ്പട്ടു എന്നുള്ള ഒരു നെയിം ബോർഡ് അങ്ങ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഇതേതോ വേറെ ഏതോ ഒരു വണ്ടിന്റെ. ഇപ്പൊ ആകെ കുറച്ച് കിലോമീറ്റർ വന്നതേ ഉള്ളൂ. നല്ല കംഫർട്ടാണ് നമുക്ക് ഈ ഒരു LHPയില്. അതായത് നമ്മുടെ നാട്ടിലത്തെ മാവേലി മലബാറൊക്കെ LHPയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു ഉപകാരമായല്ലേ. തീർച്ചയായും ആ ഒരു ഉത്കൃഷ്ണ പോലെ വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. നല്ല ഇരുട്ട് വന്നു. സമയം ഇപ്പോൾ 6:50 മേൽമറവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. മേൽമറുവത്തൂർ. ഇവിടെ ട്രെയിന് 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇനി ഈ ഒരു കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഈ ട്രെയിന് ടോട്ടലി 3 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞ് സ്ലീപ്പറിലേക്ക് വരുവാണെങ്കിൽ 9 എണ്ണം ഉണ്ട്. 3rd AC 4 എണ്ണമാണ്, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക്. വണ്ടിപ്പോൾ വന്ന് നിന്നതല്ലേ ഉള്ളൂ, സിഗ്നലൊന്നും ആവാനായിട്ടേ ഇല്ല. സമയം ഇപ്പോൾ 7:14 തിണ്ടിവനം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റുണ്ട് സ്റ്റോപ്പ്. ആ ഒരു ഭാഗത്തേക്കൊന്നും ക്ലിയർ ഇല്ല, കാരണം ഇവിടെ നിന്നും ലേറ്റൊന്നുമില്ല. അധികം ആൾക്കാരൊന്നും കയറാനൊന്നുമില്ല ഇവിടുന്ന്. ഈ ട്രെയിനിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് തീ വരുന്ന ഒരു സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. നമ്മളെ ഇതുണ്ട്, അതിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഒരു കാരണം, ഗ്യാസ് സിലിണ്ടേഴ്സ്, അങ്ങനെ എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഡീസൽ, പെട്രോൾ, പ്രത്യേകിച്ച് ട്രെയിൻ ലഗേജും പാർസലെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് കുപ്പിയിൽ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. സംഭവങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോകുന്നത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈനായിരിക്കും കിട്ടുക. സമയം ഇപ്പോൾ 7:51 വിഴുപുറം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ 7:55 എത്തേണ്ടത്, ബിഫോർ ടൈമാണ്.
എന്നിട്ട് ഇവിടുന്ന് 8 മണിക്ക് ഇനി വണ്ടി എടുക്കുള്ളൂ. 10 മിനിറ്റിൻ്റെ അടുത്ത് എന്തായാലും സ്റ്റോപ്പുണ്ട്. വിഴുപുറം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ വണ്ടിയുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് 5 റൂട്ടുകൾ പോകുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന ചെന്നൈ റൂട്ട്, ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന വൃദ്ധാചലം റൂട്ട്, മറ്റൊന്ന് പുതുച്ചേരി, പിന്നൊന്ന് തിരുവണ്ണാമലൈ, പിന്നൊന്ന് മയിലാടുതുറ. 5 റൂട്ടുകളുള്ളതുകൊണ്ട് ഒരു വലിയൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മുടെ ട്രെയിൻ ഇവിടെ 5 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. അപ്പം കുറച്ച് നേരത്തെ എത്തുകൊണ്ട് അത്രയും സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനെ കുറിച്ച് പറയാം. നമ്മുടെ ചെന്നൈ എഗ്മോർ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1993 ഒക്ടോബർ മാസത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിനെ കുറിച്ച് സവിശേഷതകളുണ്ട്. അത് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ്. അതായത് സംസ്ഥാന തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് 12 മണിക്കൂർ 15 മിനിറ്റ് മാത്രമാണ് ഈ ട്രെയിനിൻ്റെ ആ ഒരു എത്താനുള്ള സമയം പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രം ഓടുന്ന ട്രെയിനുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന 3ാമത്തെ ട്രെയിനാണിത്. 1ാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് നാഗർകോവിലേക്ക് ഒരു വീക്ക്ലി ട്രെയിൻ ഉണ്ട്. അതാണ് 1ാമത്തത്. 2ാമത്തത് ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന ചെന്തൂർ എക്സ്പ്രസ്. 3ാമതാണ് നമ്മുടെ ഈ ട്രെയിൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറി നമുക്ക് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണം കഴിക്കാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസും ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്തും ബിരിയാണിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിച്ചത്. ചെന്നൈയിൽ ഞങ്ങൾ വാങ്ങിച്ചത് ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ 65 കൂടിയാണ്. വേറെ ചാറ് കറിയൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഒരു 6 പീസ് ചിക്കൻ്റെ കഷ്ണം ഉണ്ട് അതിൽ. അപ്പോൾ ഡ്രൈ ആയിട്ടിൽ ഇതന്നെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തിക്ക് വലിയ ചൂടൊന്നുമില്ല. ഇതിന് പിന്നെയും കുറച്ച് ചൂട് കാണുന്നുണ്ട്. അതെന്താ അങ്ങനെ? നമ്മളിപ്പോൾ അവിടുന്ന് എത്ര നേരത്തെ വാങ്ങിയ എന്നാലും ചൂട് ഇതിന് കുറച്ചുണ്ടല്ലോ, ഇതിന് ചൂടില്ല. പിന്നെ ചപ്പാത്തിയൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ച് നല്ല കട്ടി തോന്നുന്നുണ്ട്. ചിലരൊക്കെ ഭയങ്കര എന്തത് കഴിച്ചിട്ടും കാര്യമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ഈ ഒരു കവർ ഉണ്ടായിട്ട് പിന്നെയും പ്രശ്നമില്ല. കവറിലുണ്ടായിട്ട് പിന്നെയും പ്രശ്നമില്ല. അല്ലെങ്കിലാണ്. പക്ഷെ എന്നാൽ അതൊക്കെ നമുക്ക് പ്ലേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതല്ലേ? അല്ല ഇതന്നെ കിട്ടിയത് അതന്നെ. ആ പ്ലേറ്റ് കിട്ടാത്ത കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ഭയങ്കര വിഷമം വന്നത്. അപ്പോൾ ഇതിന് ഓരോന്നോ എടുത്ത് ഇങ്ങോട്ട് ഇട്ടോ. നീ എടുത്തോ? വലുത് നോക്കി ഞാൻ എടുത്തോ. എങ്ങനെ? വലുത് നീ എടുത്തോ? ഓ അങ്ങനെ ഞാൻ എടുക്കാം. സമയം ഇപ്പോൾ 8:40 വൃദ്ധാചലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. പിന്നെ ഇവിടുന്ന് സേലത്തേക്കൊക്കെ റൂട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അടുത്ത സ്റ്റോപ്പിനുള്ളത് ട്രിച്ചിയിലാണ്. അതായത് 123 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പുള്ളൂ. അതിനിടയിൽ അരിയലൂരൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് വണ്ടിക്ക് നോൺ സ്റ്റോപ്പാണ്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? കുഴപ്പമില്ല. നമ്മൾ പിന്നെ അത് നോക്കിയിട്ടാണല്ലോ ഫുഡ്. ചപ്പാത്തി വലിയ പോരെങ്കിൽ 65 പ്രശ്നമില്ല അല്ലേ? എരിവ് വേണ്ടാത്ത ഫുഡ് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ കറിയൊന്നും വാങ്ങാതിരുന്നത് തന്നെ. സമയം ഇപ്പോൾ 10:18 തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ എത്തിയത് ബിഫോർ ടൈമിനാണ്. നേരത്തെ എത്തി. അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നത്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് നാഗർകോവിൽ താമ്പരം അന്ത്യോദയ എക്സ്പ്രസ് ഫുൾ ജനറൽ ക്ലാസ് ഉള്ള വണ്ടിയായത്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ പോകുന്നത് ഡിണ്ടിഗൽ, മധുര, തിരുനെൽവേലി വഴിയാണ്. നമ്മളെ വണ്ടി നേരെ ഇനിയിപ്പോൾ കന്യാകുമാരിയിലോട്ട് പോകുന്നത്. 10:30 നമ്മളെന്താ പറയുക കിടക്കാൻ പോവുകയാണെങ്കിലും അതിരാവിലെ വണ്ടി കന്യാകുമാരി എത്തും. സമയത്ത് രാവിലെ നേരത്തെ തന്നെ നമുക്ക് ഉറങ്ങി എണീക്കേണ്ടതുണ്ട്. നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ആൾക്കാരെല്ലാം കിടന്ന് ഉറങ്ങി കിട്ടും. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് വീടിൽ നിന്ന് എടുത്താൽ ശരിയാവില്ല. അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങാം, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 4:52 നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതേ നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ പോയിട്ട്. അത്യാവശ്യം കൂടുതൽ ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ടാണ്. നമ്മുടെ വണ്ടി നേരത്തെ എത്തുകയും ചെയ്തു. 5 മണിയാവേണ്ട വണ്ടി എടുക്കൂലല്ലോ. അതെ അതെ അതെ. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെയുള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗർകോവിൽ മുംബൈ. ഇത് ഡെയിലി ഇവിടെ നിന്നുള്ള വണ്ടിയാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് രാവിലെ ഒരു സമയം പോകും. 6 മണിക്ക് ആ ഒരു ടൈമിൽ തന്നെ തോന്നിയത് പോകുന്നത്. ഇവിടുത്തെ തിരക്ക് കണ്ടേ. ഈ ഒരു ട്രെയിനിൻ്റെ ഒരു 80% ആൾക്കാരും ഇവിടെ തന്നെ ഇറങ്ങി. നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ തന്നെയുണ്ട്. ഇനി ഇതിൽ വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത് 3ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. திருநெல்வேலி, மதுரை, கரூர், நாமக்கல், சேலம், சேலம்
होकर जाने वाली गाड़ी नंबर 16340 नागरकोइल मुंबई ഈ വണ്ടി ആഴ്ചയിൽ 4 ദിവസമുള്ള വണ്ടിയാണ്. കരൂർ സ്ഥലം വഴി പോകുന്ന വണ്ടിയാണ്. ഇതേപോലെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, അത് വിഴുവരം വഴി പോകുന്ന വണ്ടി. അത് ആഴ്ചയിൽ 2 ദിവസമുണ്ട്. അതായത് ഇത് എല്ലാ ദിവസവും ഇല്ല ശരിക്കും പറഞ്ഞാല്. ഈ പറഞ്ഞ 2 വണ്ടികൾ ശനിയാഴ്ച ഇല്ല. ഇപ്പൊ കറക്റ്റ് 5:01 5:01 നാഗർകോവിൽ ജംഗ്ഷൻ എന്ന വണ്ടി എടുക്കുന്നത്. നാഗർകോവിൽ ചെന്നൈയിൽ നിന്നും 740 കിലോമീറ്റർ യാത്ര തിപ്പിത കന്യാകുമാരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം കറക്റ്റ് 5:30. കന്യാകുമാരി എന്നുള്ള ഒരു നെയിം ബോർഡ് ഇവിടെ ഉണ്ട്. സദേൺ റെയിൽവേയിലത്തെ ഒരു അടിപൊളി ഓവർനൈറ്റ് ട്രെയിനാണ് ഈ ഒരു കന്യാകുമാരി സൂപ്പർ ഫാസ്റ്റ്. ഒന്നും പറയാനില്ല, ഇതിൻ്റെ സമയമായാലും വൃത്തിയായാലും എല്ലാം പക്കയാണ്. സ്പീഡും അതുപോലെ തന്നെ എത്തുന്ന ഒരു കൃത്യനിഷ്ഠതയില്ലേ, സമയം അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെന്താ പറയുക, നല്ല അടിപൊളി കോച്ചുകളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് കന്യാകുമാരി എല്ലാവരും എന്തിനാണോ വരുന്നത് അത് കാണാൻ തന്നെയാണ് ഞങ്ങളും പോകുന്നത്. ഇപ്പം നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പോകണം. ഇപ്പോഴും ഇരുട്ടേണ്ട എത്ര സമയം 5:30 ആയില്ലേ, ഒരു 6:10 ആകുമ്പോഴേ മിക്കവാറും അല്ല ഉദിക്കുമെന്ന് തോന്നല്ലേ. സൂര്യൻ എങ്ങനെയാ പറഞ്ഞത്? സൂര്യൻ അങ്ങനെയാണ് ഞങ്ങളോട് ഇൻഫോം ചെയ്തത്. മക്കളെ നിങ്ങൾ പെട്ടെന്ന് പോയിക്കോ, ഞാൻ ഇപ്പോൾ വരുന്നു. ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിച്ചു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അവസാന സ്റ്റേഷൻ കന്യാകുമാരി. ഇവിടെ സ്റ്റോപ്പ് എന്നൊക്കെ കണ്ട ഇവിടം വരെ ഇന്ത്യൻ റെയിൽവേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. അവിടെ തന്നെ ഒരുപാട് ഓട്ടോറിക്ഷകൾ കാണുന്നില്ലേ. നമുക്ക് ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോയൊക്കെ ആക്കി പോകാം. പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്, കാരണം ഇവിടുന്ന് 700 മീറ്റർ 780 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും വന്നാൽ ഇവിടുന്ന് നടന്നിട്ട് തന്നെയാണ് പോവുക. പിന്നെ രാവിലെ നടക്കാൻ നല്ല സുഖം, ഇല്ലേ, തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ഒരു ഭാഗത്തുണ്ട് സൺസെറ്റ് പോയിൻ്റ് 400 മീറ്റർ. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. ആ ഒരു സൺറൈസും സൺസെറ്റും ആ ഒരു ഭാഗത്തേക്ക്. രാവിലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇവിടെ സൂര്യോദയം കാണാൻ വേണ്ടി വന്നവരുടെ ഒരു തിരക്കാണിത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഉദിച്ച് വരിക. ഇപ്പം സമയം 5:55 വെയിറ്റ് ചെയ്യാം. സമയം 6:05 വിവേകാനന്ദ പാറയ്ക്ക് വരുന്ന അങ്ങ് അവിടെയാണ്. ഒരു കൂട്ടം ആൾക്കാർ എത്ര സൂര്യൻ്റെ വരവേൽപ്പിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വരും. ഇവിടെ ആയാലും നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. സമയം ഇപ്പം കാണിക്കുന്നത്, നമ്മൾ നെറ്റിലൊക്കെ നോക്കിയ സമയത്ത് 6:20 കാണിക്കുന്നത് സൺറൈസ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 6:22. നല്ല വെളിച്ചം വന്നു. ഇന്നിനി സൂര്യൻ ഇല്ലേ. സമയം ഇത്ര ആയത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. ഇന്ന് കുറച്ച് ലേറ്റാണ്. സമയം 6:40. ഇതുവരെയും സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. എല്ലാവരും ഒരേപോലെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അതായത് ബസ്സിലൊക്കെ ഉണ്ടല്ലോ, ഈ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കോളേജിൽ നിന്നൊക്കെ. അപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ലോങ്ങിന്ന് ബസ്സാക്കിയിട്ട് അത് വെളുപ്പിനൊക്കെ വന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതെ, സൂര്യൻ ഇതേ ഉദിച്ചു വരികയാണ്. 6:45 സമയം ഇപ്പോൾ. സൂര്യൻ വന്ന് കന്യാകുമാരിയിൽ നിന്നുള്ള സൂര്യോദയം. ശരിക്കും അങ്ങ് അവിടെ നിന്നാണ് ഉയർന്ന് വന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മൊത്തം എനിക്ക് തോന്നുന്നു മേഘങ്ങൾ കാരണം കാണാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ നിന്നാണ് ശരിക്കും കാണാൻ വേണ്ടി സാധിച്ചത്. കന്യാകുമാരിയിൽ നിന്ന് അങ്ങനെ സൂര്യോദയം കണ്ടിരിക്കുകയാണ്.
ഈ ആൾക്കാരെത്ര അതിന് കാത്തു നിന്നവരാണ്. എല്ലാവരും ഹാപ്പി, കൂടെ ഞങ്ങളും ഹാപ്പി. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വന്ന് കാണുന്നത് കേട്ടോ. അതെ അതെ അതെ. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതെ, അങ്ങ് അവിടെയൊക്കെ കണ്ട ആ ഒരു ഭാഗത്താണ് കൂടുതൽ ആൾക്കാരുള്ളത്. നമ്മൾ നേരത്തെ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ, അതായത് അവർക്കതാ ആ ഒരു ഭാഗത്താണ്. പിന്നെ ഞങ്ങള് ചെറുപ്പത്തിൽ തിരുവനന്തപുരത്തൊക്കെ ഏകദേശം ഒരു 4-5 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ, അടുത്തുണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ വരൂല. അതെ, വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അതിനു വേണ്ടി സാധിച്ചില്ല. അടുത്തിരിക്കുന്ന സംഭവങ്ങൾ മിക്കവാറും ആരും കാണൂല. അപ്പൊ മിക്കവാറും എന്താ പറയാ, തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാത്തവരുണ്ടാവും. നമ്മളെപ്പോഴും പോകുന്നത് ലോങ്ങിലേക്കാണ്. ഇരിക്കുന്ന സ്ഥലം കണ്ടിട്ടല്ലേ നമ്മൾ അടുത്ത് അങ്ങ് ലോങ് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഇപ്പൊ നമ്മൾ കാസർഗോഡില്ല ഞങ്ങൾ ഇവിടെ വന്നത് കണ്ടില്ലേ. അപ്പൊ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? ഇറങ്ങാം. ഇതേ ഇവിടെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. 1 അല്ല 2 ഉണ്ട്. എന്താല്ലേ, സമയം ഇപ്പൊ കറക്റ്റ് 7 മണിയായി. എന്നാ പിന്നെ നമ്മുടെ സൂര്യോദയൊക്കെ കണ്ടല്ലോ. അതുപോലെ നമ്മുടെ കന്യാകുമാരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഞങ്ങൾ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഒരു അടിപൊളി വണ്ടിയാണ്. അതായത് സൂര്യോദയം കാണാൻ വേണ്ടിട്ട് ചെന്നൈന്നൊക്കെ വരാൻ പറ്റിയ നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ സൂര്യോദയം കാണുന്ന പോലെ തന്നെ ഭംഗിയാണ് നമുക്ക് സൂര്യാസ്തമയവും കാണാൻ ഇവിടുന്ന്. അതെ അതെ അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.